റാന്നി പഴവങ്ങാടി പഞ്ചായത്തിലെ ഇട്ടിയപ്പാറ ബസ് സ്റ്റാൻഡിനോട് അനുബന്ധിച്ചുള്ള കംഫർട്ട് സ്റ്റേഷന്റെ ശോചനീയാവസ്ഥ നാളുകളായി മാറ്റമില്ലാതെ തുടരുകയാണ്. സംസ്ഥാനാന്തര ദീർഘദൂര ബസ്സുകൾ ധാരാളമായി വന്നുപോകുന്ന ബസ് സ്റ്റാൻഡാണിത്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള യാത്രക്കാർ ഇവിടുത്തെ ശുചിമുറിയുടെ അപര്യാപ്തത കാരണം ബുദ്ധിമുട്ടുകയാണ്. കാട് പിടിച്ച് ദുർഗന്ധപൂരിതമായ ബസ് സ്റ്റാൻഡും പരിസരങ്ങളും രാത്രികാലങ്ങളിൽ മദ്യപരുടെയും മറ്റ് സാമൂഹ്യ വിരുദ്ധരുടെയും താവളമായി മാറുന്നതായി പൊതുജനങ്ങൾക്ക് പരാതിയുണ്ട്. 2015-20 കാലയളവിൽ LDF ഭരണസമിതി നവീകരിച്ചിരുന്നെങ്കിലും തുടർന്ന് വന്ന ഭരണസമിതി നടപടികളൊന്നും എടുക്കാൻ തയ്യാറാകുന്നില്ലെന്നാണ് പഴവങ്ങാടി പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് ആനി സുരേഷ് ആരോപിക്കുന്നത്. നമ്മുടെ പഴവങ്ങാടി പഞ്ചായത്തിൻ്റെ ബസ് സ്റ്റാൻഡിനോട് അനുബന്ധിച്ചുള്ള നമ്മുടെ കംഫർട്ട് സ്റ്റേഷൻ വളരെയധികം ശോചനീയാവസ്ഥയിലൂടെയാണ് ഇത് കടന്നു പോകുന്നത്. കാരണം 2015-20 കാലയളവിൽ LDFൻ്റെ ആ ഭരണസമിതി ഇരുന്നപ്പോൾ അത് 2 ലക്ഷങ്ങൾ മുടക്കി ഞങ്ങൾ അത് മെയിൻറ്റെയിൻ ചെയ്തതാണ്. അത് കഴിഞ്ഞതിന് ശേഷം യാതൊരു നടപടികളും അവിടെ ഒരു കംഫർട്ട് സ്റ്റേഷൻ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള നടപടികളൊന്നും അത് ചെയ്തിട്ടില്ല. അത് കാട് പിടിച്ച് കിടക്കുവാണ്. സാമൂഹ്യ വിരുദ്ധരുടെ വളരെ ശല്യം അവിടെ ഉണ്ട്. വളരെ ബുദ്ധിമുട്ടാണ്. ആയിരക്കണക്കിന് സ്ത്രീകളും കുട്ടികളും അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുവാനായിട്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. ഈ ഭരണസമിതി ഇതിനുള്ള നടപടിയെടുത്ത് അത് വേണ്ടുന്ന കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് അതിൻ്റെ കംഫർട്ട് സ്റ്റേഷൻ്റെ മെയിൻറ്റെയിൻ പണി ചെയ്യുവാനായിട്ട് അതിനുള്ള കാര്യങ്ങൾ നിറവേറ്റണം, അതിനുള്ള നടപടി എടുക്കണമെന്ന് മാത്രം സൂചിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ റാന്നി.